ഹലോ ഫ്രണ്ട്സ്, മണത്തി ഫാംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് വന്ന പിങ്ക് വാലൻ്റൈൻ്റെ ഓഫർ പ്ലാൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അൺബോക്സ് ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്ലാൻസ് പാക്ക് ചെയ്യുക. ഇത് നമുക്ക് ഇപ്പോൾ പല കസ്റ്റമേഴ്സിനും അറിയാം, ചിലർക്ക് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു 10 പ്ലാന്റ് വരെ നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ഒരു ഒറ്റ ബോക്സിൽ നമുക്ക് അയക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ചുറ്റും റാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ആരും അടിഭാഗം പൊളിച്ചിട്ട് വലിച്ചെടുക്കരുത്. ഇതുപോലെ ഫസ്റ്റ് തന്നെ ഈ കവർ ചെയ്തിരിക്കുന്നതിനെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ബോക്സും നമ്മൾ ഇങ്ങനെയാണ് പ്ലാന്റ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. സോ ഈ ഒരു കാർഡ്ബോർഡ് പീസിനെ സെല്ലോ ടേപ്പ് നമ്മളിവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്ലാന്റ് പുറത്തേക്ക് എടുക്കാനായിട്ട്. ആരും തന്നെ പ്ലാന്റ് വലിച്ചെടുക്കരുത്, അതായത് താഴത്തോടെ വലിച്ചെടുക്കരുത്. നമ്മളിങ്ങനെ ഓരോ ബോക്സും കൂടെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വലിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ പ്ലാന്റ്സിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കത്തി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് പ്ലാന്റ് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ 2 സൈഡിലായിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ റൂട്ടിൻ്റെ സൈഡിലും പിന്നെ താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം പ്ലാന്റ് പുറത്തേക്ക് എടുക്കാനായിട്ട്. നമ്മൾ കൊക്കോപീറ്റും അതുപോലെ തന്നെ വാട്ടറും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പേടിയും വേണ്ട, ഭയങ്കര സേഫായിട്ട് തന്നെ പ്ലാന്റ് എനിക്ക് എത്തിച്ചേരും. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ഇട്ടിരിക്കുന്നത്. ബോക്സിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ പോലും പ്ലാന്റിലേക്ക് അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ പ്ലാന്റ് സേഫ് ആയിരിക്കും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം പ്ലാന്റ് പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫായിട്ട് തന്നെ പ്ലാന്റിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. പതുക്കെ കവറൊന്ന് ബാക്കിലേക്ക് ഒന്ന് വലിച്ചിട്ട് ഇങ്ങനെ പതുക്കെ എടുക്കാം. നമുക്ക് ലാസ്റ്റ് വന്ന പ്ലാന്റ്സിൻ്റെ ഓർഡറാണ്. എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിങ്ങൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അധികം പോട്ട് മിക്സ് ഒന്നും ഇടാണ്ട് വെള്ളം, സോയിലും അതുപോലെ തന്നെ കൊക്കോപീറ്റും ട്രീറ്റ് ചെയ്ത കൊക്കോപീറ്റും ഇട്ടിട്ടാണ് പ്ലാന്റ് ചെയ്യാനായിട്ട്. അതിന് ശേഷം മാത്രമേ പോട്ട് മിക്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം വലിയ പോട്ട് ഒഴിവാക്കാം, ചെറിയ പോട്ടിൽ വെക്കുക. കാരണം നമ്മൾ വലിയ പോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം കൊടുക്കും, അതുപോലെ നമ്മൾ അതിൽ പോട്ട് മിക്സും കൊടുക്കും. അപ്പോൾ മാക്സിമം ചെറിയ പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മണൽ വെച്ച് നല്ലതായിരിക്കും. അപ്പോൾ മണൽ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യുമ്പോൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മണലിട്ടിട്ട് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.